ഹലോ ഗായ്സ്, F1 with us ന്റെ ഓസ്ട്രിയൻ GP റേസ് റീക്യാപ്പിലേക്ക് സ്വാഗതം. തുടക്കത്തിലും മിഡ് വേ ത്രൂവും അവസാനം വരെ there was lot of entertaining factors. സ്റ്റാർട്ട് മുതൽ തന്നെ ആക്ഷൻ ആയിരുന്നു. ജോർജ് റസൽ പോൾ നിലനിർത്തി റേസ് ലീഡ് എടുത്തു. പക്ഷേ പുറകിൽ മൊത്തം കെയോസ് ആയിരുന്നു. പല ഡ്രൈവേഴ്സും ടേൺ 1-ൽ അഗ്രസീവ് ആയിട്ടുള്ള പല വീൽ ടു വീൽ ബാറ്റിൽസും ഓവർടേക്സും കൊണ്ടുവന്നു. ടേൺ 1-ലും ടേൺ 3-ലും നിരവധി ഓവർടേക്സ് നടന്നു. കൂടാതെ കിമി പലതവണ ഫസ്റ്റ് ലാപ്പിൽ ഓഫ് ട്രാക്ക് പോയി. ആദ്യ 5 ലാപ്സ് കഴിഞ്ഞപ്പോൾ തന്നെ റേസ് ഏറെക്കുറെ സെറ്റിലായെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. ആദ്യ ലാപ്സിൽ തന്നെ കിമിയുടെ ഇന്നത്തെ പോഡിയം ഹോപ്പ് എല്ലാം പോയി എന്ന് വിചാരിച്ചാണ്. ബട്ട് ലേറ്റർ ഓൺ ദ റേസ് കിമിക്ക് പുതിയ ടയേഴ്സ് വന്നപ്പോഴും പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചപ്പോൾ കിമി വാസ് കമ്മിങ് ബാക്ക് ടു ദ റേസ്. അവസാനത്തെ സ്റ്റിൻറ്റിൽ കിമിയുടെ പേസ് ഫിനോമിനൽ ആയിരുന്നു. ലാസ്റ്റ് ഫ്യൂ ലാപ്സിൽ വെസ്റ്റാപ്പിൻ്റെ DRS റേഞ്ച് വരെ എത്തി. വെസ്റ്റാപ്പിന് നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓവർടേക്കിംഗ് നടന്നില്ലെങ്കിലും അസാമാന്യ പ്രഷർ ആ വെസ്റ്റാപ്പിന് കൊടുത്തത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ കിമി ഒരു 5 ലാപ്പ് മുന്നേ 7 സെക്കൻഡ് ബിഹൈൻഡ്സ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് 2 ലാപ്പ് ആയപ്പോഴത്തേക്ക് 1.5 സെക്കൻഡ് ബിഹൈൻഡ്. അവിടെ പോലും വിട്ടുകൊടുക്കുന്നില്ല. ടിൽ ദ ലൈൻ ഹി വാസ് ഫൈറ്റിംഗ് ഫോർ ദാറ്റ് P2. സോ കിമിയുടെ ഈ ഡ്രൈവ് പ്രൂവ്സ് ഹിസ് ഹങ്കർ ഫോർ വിൻ ദിസ് ഇയർ. ജോർജ് റസൽ സിംപ്ലി ബ്രില്യൻറ്റ് ടുഡേ. ഒരു പോൾ എടുത്തത് മാത്രമല്ല, ഇന്നത്തെ റേസ് സ്റ്റാർട്ട്, ടയർ മാനേജ്മെൻറ്റ്, പിറ്റ് സ്റ്റോപ്സ്, എക്സിക്യൂഷൻ, പ്രഷർ ഹാൻഡിലിംഗ്, കൂടാതെ മാക്സ് അവസാനം വരെ കൊടുത്ത പ്രഷറിൽ പാനിക് ആവാതെ റേസ് പിന്നായിട്ട് അത് കൺവേർട്ട് ചെയ്തു. ഇന്ന് ജോർജ് പോർട്ടർ ചെയ്ത ഒരു ചാമ്പ്യൻഷിപ്പ് ലെവൽ ഡ്രൈവ് ആയിരുന്നു. മെഴ്സിഡീസ് കഴിഞ്ഞ കുറേ റേസുകളിൽ ഫേസ് ചെയ്ത റിലയബിലിറ്റി ഇഷ്യൂസോ കൺസിസ്റ്റൻസി പ്രോബ്ലം ഒന്നും ഇന്നില്ലായിരുന്നു. അവർക്ക് ഇന്ന് ഡബിൾ പോഡിയം കിട്ടി. മെഴ്സിഡീസ് ഈസ് ലുക്കിംഗ് പ്രെറ്റി സ്ട്രോങ്. എന്നാൽ ഇന്നത്തെ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാക്സ് വെർസ്റ്റാപ്പനും റെഡ് ബുള്ളും ആണ്. ഈ വർഷത്തെ 6-7 റേസ് കഴിഞ്ഞപ്പോഴുള്ള ഏറ്റവും വലിയ ഡിസ്കഷൻ എന്തായിരുന്നു? റെഡ് ബുള്ള് തീർന്നു, മാക്സ് വെർസ്റ്റാപ്പൻ ഈ ചാമ്പ്യൻഷിപ്പിൽ റോളുമില്ല, എല്ലാം കഴിഞ്ഞു, ഒരു ഹോപ്പും വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നത്തെ റേസ് വേറൊരു സ്റ്റോറിയാണ് നമ്മളോട് പറഞ്ഞത്. റെഡ് ബുളിൻ്റെ എല്ലാ അപ്ഗ്രേഡ്സും വാസ് സ്പോട്ട് ഓൺ ടുഡേ. മാക്സ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇന്നത്തെ കാർ ഡ്രൈവ് ചെയ്തത്. ഹിസ് കോർണർ എക്സിറ്റ്സ്, ഓരോ എയ്പെക്സ് എടുക്കുന്നത്, മാക്സിൻ്റെ കോർണർ എക്സിറ്റ്സ്, ഓവർടേക്കിംഗ്, സ്ട്രെയിറ്റ് ലൈൻ സ്പീഡ്, കൺസിസ്റ്റൻസി, റേസ് പേസ്, എവറിത്തിങ് വാസ് സ്പോട്ട് ഓൺ. ഇന്ന് മാക്സിനോ റെഡ് ബുളിനോ ഒരു റേസ് വിൻ കിട്ടിയില്ലെങ്കിൽ കൂടി മെഴ്സിഡീസിനെ പരമാവധി പ്രഷർ ചെയ്യാൻ പറ്റി. കൂടാതെ മാക്സിൻ്റെ ത്രെട്ടിലാണ് ഫെറാറി ഇന്ന് വീണു പോയത് പോലും. ടേക്ക് അവേ ടുഡേ ഈസ് മാക്സ് ഈസ് സോ ബാക്ക്. ഫെറാറി ക്വാളിഫയിങ്ങിൽ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല പേസൊക്കെയാണ് കാണിച്ചത്. പക്ഷേ ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. P2-ൽ സ്റ്റാർട്ട് ചെയ്ത് ചാൾസ് P8-ൽ ഫിനിഷ് ചെയ്തു. P3-ൽ സ്റ്റാർട്ട് ചെയ്ത ലൂയിസ് P8-ലും ഫിനിഷ് ചെയ്യേണ്ടി വന്നു. 2 ഫെറാറിയും പേസിലും ടെമ്പറേച്ചർ വൈസും ദേ വർ സ്ട്രഗ്ലിംഗ് ടുഡേ. മാക്സിൻ്റെ ത്രെട്ടും സ്ട്രൈറ്റ് ലൈൻ സ്പീഡ് ഇല്ലാത്തത് കാരണം അഗ്രസീവായിട്ടുള്ള പല സ്ട്രാറ്റജീസും ഫെറാറിക്ക് ഇന്ന് ഉപയോഗിക്കേണ്ടി വന്നു. ഇതൊന്നും ഇന്ന് വർക്കൗട്ടായില്ല. ഇന്നത്തെ സ്ട്രാറ്റജി ഒരു ബ്ലണ്ടർ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ the combination of that bad race pace and the strategy didn't work well for Ferrari today. I think Charles and Hamilton deserved a better result today. Final few laps were an absolute show. വെസ്റ്റാപ്പൻ റസലിനോടുള്ള ഗ്യാപ്പ് ഒരു 5 സെക്കൻഡോളം ക്ലോസ് ചെയ്തു. കിമി വെസ്റ്റാപ്പനോടുള്ള ഗ്യാപ്പ് ഒരു 7 സെക്കൻഡോളം ക്ലോസ് ചെയ്തു. അങ്ങനെ അവസാനത്തെ ഒരു 2-3 ലാപ്പ് ആയപ്പോഴത്തേക്ക് മാക്സ് റസലിനെ ഹണ്ട് ചെയ്യുന്നു, കിമി മാക്സിനെ ഹണ്ട് ചെയ്യുന്നു. അവസാനം റേസ് ഫിനിഷ് ചെയ്തത് 2 സെക്കൻഡ് ഗ്യാപ്പിലാണ് ടോപ്പ് 3 ഫിനിഷ് ചെയ്തത്. സോ ഓവറോൾ നോക്കുമ്പോൾ റസൽ ഒരു ചാമ്പ്യനെ പോലാണ് ഇന്ന് ഡ്രൈവ് ചെയ്തത്. മെഴ്സിഡീസ് സ്മൈലിംഗ് വിത്ത് ഡബിൾ പോഡിയം. മാക്സ് സ്റ്റിൽ പറയുന്നു നിങ്ങളെ എല്ലാം അടിച്ചിടാനുള്ള ത്രെറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന്. അതുപോലെ കിമി പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവൻ ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്യുന്നതെന്ന്. ഫെറാറിക്കോ സിൽവർ സ്റ്റോണിൽ എത്തുന്നതിന് മുന്നേ ഒത്തിരി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഇതുകൂടാതെ തുടക്കത്തിൽ തന്നെ നടന്ന കുറച്ച് കീ സംഭവങ്ങൾ പറയാം. കാഡിലാക്ക് ഫസ്റ്റ് 2 ലാപ്സിൽ തന്നെ റിട്ടയർ ആയി. കാരണം അവർക്ക് 2 പേർക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കാരണം കാറിൽ ഫയർ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് വെച്ച് ലോസണും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ദർ വാസ് ഫയർ ഇൻ ഹിസ് കാർ ബട്ട് ഹി കണ്ടിന്യൂഡ് വിത്ത് ദ റേസ്. മാക്സിന് മാത്രമല്ല റെഡ് ബുൾ ഹഡ്ജറിനും ഇന്ന് ഡീസൻറ്റ് പേസ് ഉണ്ടായിരുന്നു. കൂടാതെ സ്ട്രോൾ ഉൾപ്പെടെ 6 പേരാണ് ഇന്ന് ടോട്ടൽ DNF ആയത്. 2 വെർച്വൽ സേഫ്റ്റി കാറാണ് ഇന്ന് വന്നത്. 2 മൈനർ സേഫ്റ്റി കാർസ് ആയിരുന്നു. ചാമ്പ്യൻഷിപ്പിൽ ലീഡ് ചെയ്യുന്നത് കിമിയാണ് വിത്ത് 171 പോയിന്റ്സ്. രണ്ടാമത് ജോർജ് റസൽ, മൂന്നാമത് ഹാമിൽട്ടൺ. കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ സ്റ്റിൽ ലീഡ് ചെയ്യുന്നത് മെഴ്സിഡീസ്, രണ്ടാമത് ഫെറാറി, തേർഡ് മെക്ലാറൻ. സോ കമൻസിൽ അറിയിക്കുക നിങ്ങളുടെ ഡ്രൈവർ ഓഫ് ദ ഡേ ആരായിരുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് ഗിവ് us a subscribe. So that's race recap for Austria. Bye.